ലൂസിഫറിന്റെ ഡയലോഗ് അത്രയും ഇമ്പാക്ട് ഇല്ലെങ്കിലും കട്ടക്കടങ്ങിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഉറപ്പായിട്ടും അടിപൊളിയായിരുന്നു. ഫൈറ്റ് സീൻസും സൂപ്പറാണ്. പൃഥ്വിരാജ് മോഹൻലാലിന്റെ ആ ഒരു പിൻഗാമിയായിട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിനെക്കാളും സെക്കൻഡ് ഹാഫാ. ഹിഡൻ ക്യാരക്ടർ സൂപ്പർ, വേറെ ലെവൽ ഫൈറ്റ്, അടിപൊളി. സസ്പെൻസ് ആയിട്ട് വെച്ചേക്കാം. സെക്കൻഡ് ഹാഫ് കത്തി. ഫസ്റ്റ് ഹാഫിനെക്കാളും കുറച്ചുകൂടെ നല്ലത് സെക്കൻഡ് ഹാഫാണ്. സ്ക്രീൻ നിറഞ്ഞിരിക്കുന്ന മോഹൻലാല് അടിപൊളിയാണ്. നല്ല മേക്കിംഗ് പക്കാണ്. അങ്ങനെ കോടി എന്തോരം ഹിറ്റാവും. ഇതുവരെ വന്നിട്ടില്ല. സെക്കൻഡ് ഹാഫ് നോക്കിയത് സൂപ്പർ, അടിപൊളി. നല്ല പടം. പ്രതീക്ഷിക്കാനുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ഇന്ന സിനിമ ഒന്നും പ്രതീക്ഷിക്കുകയല്ല, 100% വിജയം. ബോളിവുഡിനെക്കാളും സൂപ്പർ, അത്രേ പറയാം. വരാൻ സാധ്യതയില്ല. പൃഥ്വിരാജ് കാണിച്ചു വെച്ചേക്കുന്നതാണ്. പൃഥ്വിരാജിന്റെ ഒരു മാസ്റ്റർ പീസ് ആണെന്ന് തന്നെ പറയാം. ലിയോയെ എല്ലാം പൊട്ടിക്കും, KGF പൊട്ടിക്കാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ക്ലൈമാക്സ് സീനിൽ ഒരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് ആണ് ആകെ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ. ഇല്ല, അത് നിങ്ങൾ കണ്ടു. മലയാളത്തിലുള്ള ആള് തന്നെയാണോ അതോ പുറത്തുനിന്നുള്ള ആളാണോ? ഓക്കെ, ഔട്ട്സൈഡ് ആക്ടറാണ്. തേർഡ് പാർട്ട് എന്ന് പറയുന്നത് ഒരു ബാക്ക് മൂവി, കുറച്ച് ഒരു 30 ഇയർ ബാക്കിലോട്ട് പോകുന്നുണ്ട്. ലാലേട്ടൻ്റെ ഒരു എങ്ങനെയാണ് ആ ഒരു ലെവലിലേക്ക് എത്തിയെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു പാർട്ട് അവർ കാണിക്കുന്നുണ്ട്. അതിൻ്റെ അതാ ഞാൻ പറയാം, ക്ലൈമാക്സ് സീനിൽ ഒരു മിനിറ്റ് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ട്വിസ്റ്റ് അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു സീനാണ്. അതിനകത്ത് ഒരു 30 ഇയർ മുമ്പ് ലാലേട്ടൻ എന്തായിരുന്നു എന്നുള്ളതിൻ്റെ കാണിക്കുന്നത്, എങ്ങനെയാണ് ആ ഒരു ബിൽഡിങ്ങിലേക്ക് വന്നതെന്നുള്ളതെല്ലാം അതിൽ കാണിക്കുന്നുണ്ട്. ലൂസിഫറിനെക്കാട്ടിലും ഒരു പടി മേലെ അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് ഒന്നുകൂടെ ലൂസിഫർ തന്നെയാണ് ഇഷ്ടം. ലൂസിഫർ എന്നുള്ള വേർഡിന് മോഹൻലാൽ കറക്റ്റ് ആപ്റ്റു. കംബാക്ക് ഫോർ ഷുവർ. ഒരു ഇൻഡസ്ട്രി ഹിറ്റ് മിനിമം. മേക്കിംഗ് ഒക്കെ ഒരു രക്ഷയില്ല. മലയാളം പടമാണ് നമ്മൾ കാണുന്നത്, അങ്ങനെ വരെ ചിന്തിച്ചു. ബോളിവുഡിന്റെ അതേ ലെവലിൽ വരുവാണ്. ഇനി ഇതേപോലെ ഒരു മലയാളം പടം പ്രതീക്ഷിക്കാവോ? പുള്ളി ഇനി 3 വരുന്നുണ്ടല്ലോ. ഇനി ഇതുപോലത്തെ പടം വരട്ടെ. പിന്നെ അടിപൊളി സൂപ്പറാണ്. അടിപൊളിയാണ്. എന്തോ ബോളിവുഡിന്റെ കൂട്ട് തന്നെ എടുത്തു. സൂപ്പറാണ്. ആ ഹിഡൻ ക്യാരക്ടറിന്റെ ക്യാരക്ടർ എങ്ങനെയുണ്ട്? സെക്കൻഡ് ഹാഫ് തന്നെ. മേക്കിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു മലയാളത്തിൽ തന്നെ ഒരു ഗംഭീര പടമാണെന്ന് മലയാളം നമ്മള് ഒരു ഇംഗ്ലീഷ് പടം ചെയ്തു വെച്ചേക്കുന്ന പോലെ മേക്കിംഗ് അപാര മേക്കിംഗ് ആയിരുന്നു. ക്യാമറ, ഓരോ ഷോട്ടുകൾ എല്ലാം പൃഥ്വിരാജ് നല്ല അടിപൊളിയായിട്ട് ചെയ്തു. ഇത്ര ഹൈപ്പിനുള്ളതുണ്ടോ? ഇത്ര ഹൈപ്പ് കൊടുത്തൊരു മൂവി ഉണ്ട്. മലയാളത്തിൽ ഇനി ഇതേപോലെ ഒരു സിനിമ പ്രതീക്ഷിക്കാം. ഇതുപോലെ ഇനി ഇതിലെ പൃഥ്വിരാജ് തന്നെ ചെയ്യേണ്ടി വരും. ഇതുപോലെ ഒരു പടം ഇനി പറഞ്ഞെങ്കിൽ. തേർഡ് പാർട്ട് ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ, സത്യമാണോ? തേർഡ് പാർട്ട് ഉണ്ട്. അതിനുവേണ്ടിയുള്ള എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാ? അതിനുള്ള ഹിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ? ഹിന്റ് അങ്ങനെ ഒരു ചെറിയ ഹിന്റ് കൊടുത്തുള്ളൂ. അത് പടം കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും.